സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി NCERT +1 ഇന്ത്യയുടെ ഘടനയും ഭൂപ്രകൃതിയും എന്ന രണ്ടാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇന്ത്യയുടെ ഘടനയും ഭൂപ്രകൃതിയും എന്ന രണ്ടാമത്തെ അധ്യായം നമുക്ക് പഠിച്ചു തുടങ്ങാം. ഭൂമിക്ക് ഏകദേശം 460 ദശലക്ഷം വർഷങ്ങൾ പ്രായമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പം ഭൂമിയുടെ ഏകദേശ പ്രായം എന്ന് പറയുന്നത് 460 കോടി വർഷമാണ്. അതിലെ ഭൂരൂപങ്ങളെല്ലാം ദീർഘകാലങ്ങളിലൂടെ പരിണമിച്ച് ഉണ്ടായവയാണ്. അതായത് ഭൂമി ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് ദീർഘകാലത്തെ പരിണാമത്തിലൂടെയാണ്. ദീർഘമായ ഈ കാലഘട്ടത്തിനിടയിൽ ബാഹ്യജന്യവും അന്തർജന്യവുമായ ഫലങ്ങൾ ഭൂമിയിൽ അനേകം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഭൂമിയുടെ ഏകദേശ പ്രായം എന്ന് പറയുന്നത് 460 കോടി വർഷമാണ്. അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇന്നു കാണപ്പെടും വിധമുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെടാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമ പ്രക്രിയകളുടെയും പാർശ്വഫലക ചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടും വിധമുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളൊക്കെ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. അതുപോലെ നമുക്കറിയാം, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തായിരുന്നു. ഇപ്പോഴെവിടെയാണ് ഇന്ത്യൻ ഫലകം? ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ദിശയിലാണ് ഇപ്പം ഇന്ത്യൻ ഫലകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തെക്ക് ഭാഗത്തുള്ള ഇന്ത്യൻ ഫലകം വടക്ക് ഭാഗത്തേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖയ്ക്ക് തെക്കായിരുന്നു. വളരെ വിസ്തൃതമായിട്ടുള്ള ഇന്ത്യൻ ഫലകത്തിന്റെ ഭാഗമായിരുന്നു ഓസ്ട്രേലിയൻ ഫലകവും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫലകം പല ഭാഗങ്ങളായി പൊട്ടിപ്പിളർന്ന് ഓസ്ട്രേലിയൻ ഫലകം തെക്ക് കിഴക്ക് ദിശയിലേക്ക് മാറുകയും ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്കും നീങ്ങി. വടക്ക് ദിശയിലേക്കുള്ള ഇന്ത്യൻ ഫലകത്തിന്റെ സഞ്ചാരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്? ഒന്ന് ഉപദ്വീപീയ ഖണ്ഡം, രണ്ടാമത്തേത് ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, മൂന്നാമത്തേത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഒന്നുകൂടെ പറയാം. ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉപദ്വീപീയ ഖണ്ഡത്തെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. ഡൽഹിക്കു സമീപം ആരവല്ലി പർവ്വതത്തിന്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ് ഉപദ്വീപീയ ഖണ്ഡം ആരംഭിക്കുന്നത്. ക്രമരഹിതമായാണ് ഇത് കാണപ്പെടുന്നത്. വളരെ പഴക്കമുള്ള പാറക്കെട്ടുകൾ ചേർന്നാണ് ഉപദ്വീപ് രൂപപ്പെട്ടിരിക്കുന്നത്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ആരംഭം എവിടെ നിന്നാണ്? ഡൽഹിക്ക് സമീപമുള്ള ആരവല്ലി പർവ്വതത്തിന്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ് ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ആരംഭം. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ വടക്കൻ അതിര് എന്ന് പറയുന്നത് ഗംഗ യമുന നദികൾക്ക് സമാന്തരമായ രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗ ഡെൽറ്റ വരെയും ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗം രാജസ്ഥാനാണ്. ഉപദ്വീപ് പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? വളരെ പഴക്കം ചെന്ന ഗ്രാനൈറ്റും നൈസും ചേർന്നാണ്. നമുക്കറിയാം, ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഗ്രാനൈറ്റ്, നൈസ് എന്നിവ ചേർന്നാണ് ഉപദ്വീപ് രൂപം കൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കാം. ഉപദ്വീപ് പലതരത്തിലുള്ള ലംബചലനങ്ങൾക്കും ശിലാഭ്രംശത്തിനും വിധേയമായിട്ടുണ്ട്. ഉപദ്വീപിൽ അനേകം അവശിഷ്ട പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആരവല്ലി കുന്നുകൾ, ജാവടി കുന്നുകൾ, വേലിക്കോണ്ട കുന്നുകൾ, പൽക്കോണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. ഉപദ്വീപിലുള്ള പർവ്വതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവയൊക്കെ അവശിഷ്ട പർവ്വതങ്ങളാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ആരവല്ലി കുന്നുകൾ, ജാവടി കുന്നുകൾ, വേലിക്കൊണ്ട കുന്നുകൾ, പാൽക്കൊണ്ട നിരകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ, നല്ലമലൈ കുന്നുകൾ. ഇതൊക്കെ ഉപദ്വീപിലെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിലെ നദികളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഈ പ്രദേശത്തെ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയാണ്. അവയ്ക്ക് നേരിയ ചെരിവുമുണ്ട്. ഉപദ്വീപിലെ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്.
ഇവയിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നതിന് മുൻപായി ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഉദാഹരണം കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾ. ഉപദ്വീപീയ ഖണ്ഡത്തിലെ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചെരിവോട് കൂടിയവയുമാണ്. ഉപദ്വീപീയ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ അധികവും ബംഗാൾ ഉൾക്കടലിലേക്കാണ് എത്തിച്ചേരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുമ്പായി ഈ നദികൾ ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായും ഡെൽറ്റകൾ നിർമ്മിക്കുന്ന നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളായ ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നിവ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഉപദ്വീപീയ ഖണ്ഡത്തെ പറ്റിയാണ്. ഉപദ്വീപീയ ഖണ്ഡം ആരംഭിക്കുന്നത് ഡൽഹിക്ക് സമീപമുള്ള ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ് ആരംഭിക്കുന്നത്. ക്രമരഹിതമായിട്ടാണ് ഉപദ്വീപീയ ഖണ്ഡം കാണപ്പെടുന്നത്. വളരെ പഴക്കമുള്ള പാറക്കെട്ടുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഉപദ്വീപീയ ഖണ്ഡം. പിന്നെ നമ്മൾ പഠിച്ചത് ഉപദ്വീപീയ ഖണ്ഡത്തിൽ അനേകം അവശിഷ്ട പർവ്വതങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി കുന്നുകൾ, ജാവടി കുന്നുകൾ, വേലിക്കോണ്ട കുന്നുകൾ, പൽക്കോണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ. ഉപദ്വീപീയ ഖണ്ഡത്തിലെ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചെരിവുമുള്ളവയാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുൻപായി ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായും ഡെൽറ്റകൾ നിർമ്മിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളായ ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നിവയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ഡിവിഷനായ ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളുമാണ് ഇനി പഠിക്കുന്നത്. നമ്മൾ ഉപദ്വീപീയ ഖണ്ഡം പഠിച്ചു കഴിഞ്ഞു. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ പ്രത്യേകത എന്താണ്? ദൃഢവും സുസ്ഥിരവുമാണ്. എന്നാൽ ഹിമാലയ പർവ്വതം മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും ഇവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹിമാലയ പർവ്വതവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും പുതിയതും താരതമ്യേന പ്രായം കുറഞ്ഞവയും കാഠിന്യം കുറഞ്ഞവയുമാണ്. അപ്പം ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൗമഘടനയിൽ പ്രായം കുറഞ്ഞതാണ്, കാഠിന്യം കുറഞ്ഞതും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഇവിടെ പറഞ്ഞത് മാറിപ്പോവരുത്. ഉപദ്വീപീയ ഖണ്ഡം എന്ന് പറയുന്നത് ദൃഢവും സുസ്ഥിരവുമാണ്. എന്നാൽ ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഭൗമഘടനയിൽ പ്രായം കുറവാണ്, അതുപോലെ തന്നെ കാഠിന്യം കുറവാണ്, ഇവ മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഫലങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇത് കാരണം ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഹിമാലയവും ഉപദ്വീപീയ പർവ്വത പ്രദേശങ്ങളും ടെക്ടോണിക് ജന്യമാണ്. ഇവയെ മുറിച്ചുകൊണ്ടൊഴുകുന്ന ധാരാളം നദികളുണ്ട്. യുവത്വഘട്ടത്തിലുള്ള ഈ നദികൾ ദ്രുതഗതിയിലാണ് ഒഴുകുന്നത്. ഗിരികന്ധരങ്ങൾ, വിരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ധാരാളം ഭൂരൂപങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ രൂപം കൊണ്ടവയാണ്. ഹിമാലയവും ഉപദ്വീപീയ പർവ്വത പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂവിഭാഗത്തിന്റെ ഭാഗമായ ഭൂരൂപങ്ങളാണ് ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, വിരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നത് നദികളാണ്. യുരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നത് ഹിമാനികളാണ്. ഇത് മാറിപ്പോരുത്. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നത് നദികളാണ്, യുരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നത് ഹിമാനികളാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 3 ഭൂവിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഉപദ്വീപീയ ഖണ്ഡവും ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ്. ഇന്ത്യയുടെ 3ാമത്തെ ഭൗമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമതല പ്രദേശമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങൾ. ഇവ യഥാർത്ഥത്തിൽ ഒരു ഭൂ അഭിനതിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം പൂർണ്ണ വികാസം പ്രാപിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിന്റെ രൂപീകരണത്തിന്റെ 3ാമത്തെ ഘട്ടത്തിലാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം പൂർണ്ണ വികാസം പ്രാപിച്ച കാലഘട്ടം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിലെ അവസാദ നിക്ഷേപങ്ങളുടെ ഏകദേശ കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്.
സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ത്യയുടെ മൂന്നാമത്തെ ഭൗമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമതല പ്രദേശമാണിത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഭൂ അഭിനതിയാണ്. 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിന്റെ രൂപീകരണത്തിലെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം പൂർണ്ണമായിട്ട് വികാസം പ്രാപിച്ചത്. ഈ സമതലത്തിന്റെ അവസാദ നിക്ഷേപത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഫിസിയോഗ്രഫി. ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്നത് ആ പ്രദേശത്തിന്റെ ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ മുഖ്യ സവിശേഷത. ഇന്ത്യയുടെ വടക്ക് നിമ്നോന്നമായ ഭൂപ്രകൃതിയാണുള്ളത്. കൊടുമുടികളും താഴ്വരകളും ആഴത്തിലുള്ള ഗിരികന്ധരങ്ങളും അടങ്ങുന്ന പർവ്വതനിരകൾ ഈ ഭാഗത്ത് ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് ഉറച്ച പീഠഭൂമികളാണ് കാണപ്പെടുന്നത്. വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിനു വിധേയമായ ശിലകൾ, കുത്തനെയുള്ള ചരിവുകളുടെ നിരകൾ എന്നിവ ഈ ഭാഗത്ത് ഉൾപ്പെടുന്നു. ഇവ രണ്ടിന്റെയും മധ്യത്തിൽ വിശാലമായ ഉത്തരേന്ത്യൻ സമതലവും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റി എന്താണ് ഇവിടെ പറഞ്ഞത്? ഒരു പ്രദേശത്തിന്റെ ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ് ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിമ്നോന്നമായ ഭൂപ്രകൃതിയാണുള്ളത്. അതായത് കൊടുമുടികളും താഴ്വരകളും ആഴത്തിലുള്ള ഗിരികന്ധരങ്ങളും അടങ്ങുന്ന പർവ്വതനിരകളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗം. ഇനി ഇന്ത്യയുടെ തെക്കൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഉറച്ച പീഠഭൂമികളാണ് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത്. വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിന് വിധേയമായ ശിലകൾ, കുത്തനെയുള്ള ചരിവുകളുള്ള നിരകൾ എന്നിവ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ വടക്ക് ഭൂപ്രകൃതി എന്ന് പറയുന്നത് പർവ്വതങ്ങളാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണെങ്കിൽ പീഠഭൂമികളാണ് കാണപ്പെടുന്നത്. ഇവിടെ രണ്ടിന്റെയും മധ്യത്തിൽ വിശാലമായ ഉത്തരേന്ത്യൻ സമതലമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതിക സവിശേഷതകളിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഭൗതിക സവിശേഷതകളിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയാണ് ഈ പറയുന്നത്: വടക്കു കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളെ പറ്റിയാണ്. ഇവിടെയും ഒരു 5 ഡിവിഷൻ ഉണ്ട്. കാശ്മീർ, വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഹിമാലയ പർവ്വതവും വടക്കു കിഴക്കൻ മലനിരകളും ഉൾപ്പെട്ട ഭാഗമാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. സമാന്തരമായ പർവ്വതനിരകളുടെ ഒരു പരമ്പരയാണ് ഹിമാലയത്തിലുള്ളത്. അപ്പോൾ ഹിമാലയത്തിലുള്ള മലനിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം സമാന്തരമായിട്ടുള്ള പർവ്വതനിരകളാണ്. ഹിമാലയത്തിന്റെ ഭാഗമായ പ്രധാന പർവ്വതനിരകളാണ് ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര, മധ്യ ഹിമാലയം, സിവാലിക്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. ഡാർജിലിംഗ്, സിക്കിം എന്നീ പ്രദേശങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശിൽ തെക്കു പടിഞ്ഞാറ് മുതൽ വടക്കു പടിഞ്ഞാറ് വരെയാണ് അവ കാണപ്പെടുന്നത്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരകളും ഉൾപ്പെടുന്നതാണ് ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര. ഈ പർവ്വതനിരകളുടെ പ്രധാന ക്രമീകരണം നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്ക് ദിശയിലേക്കാണ്. വടക്ക് കിഴക്കൻ പർവ്വതങ്ങളുടെ പ്രധാന ക്രമീകരണം എവിടെ മുതൽ എവിടെ വരെയാണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ പർവ്വതങ്ങളുടെ ക്രമീകരണം. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറൻ ദിശയിലാണ്. ഡാർജിലിംഗ്, സിക്കിം എന്നീ പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറൻ ദിശയിലാണ്. എന്നാൽ അരുണാചൽ പ്രദേശിൽ
ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. ഡാർജിലിംഗിലും സിക്കിമിലും ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ ദിശയിലാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് വടക്ക് തെക്കായിട്ടാണ്. അടുത്ത ഭാഗം നോക്കാം. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിര അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മധ്യനിര. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിര അറിയപ്പെടുന്ന മറ്റൊരു പേര് മധ്യനിര എന്നാണ്. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരകൾക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഏകദേശ നീളം 2500 കിലോമീറ്ററാണ്. വടക്ക് നിന്ന് തെക്കോട്ടുള്ള വീതി 160 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഒന്നുകൂടെ പറയാം. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിര അറിയപ്പെടുന്ന മറ്റൊരു പേര് മധ്യനിര എന്നാണ്. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരയ്ക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഏകദേശ നീളം എന്ന് പറയുന്നത് 2500 കിലോമീറ്ററും വടക്ക് നിന്ന് തെക്കോട്ടുള്ള വീതി 160 മുതൽ 400 കിലോമീറ്റർ വരെയുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ തരംതിരിച്ചിരിക്കുന്ന പ്രധാന ഉപവിഭാഗങ്ങളാണ് 5ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് കാശ്മീർ ഹിമാലയം, അതായത് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. രണ്ടാമത്തേത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. മൂന്നാമത്തേത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. നാലാമത്തേത് അരുണാചൽ ഹിമാലയം. 5 കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. എന്താണ് ഇവിടെ പറഞ്ഞത്? ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഇവയാണ് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ, പിർപാഞ്ചൽ. കാറക്കോറം, ലഡാക്ക്, സസ്കർ, പിർപാഞ്ചൽ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ. കാശ്മീർ ഹിമാലയത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗം ഒരു ശീത മരുഭൂമിയാണ്. കാശ്മീർ ഹിമാലയത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗം ഒരു ശീത മരുഭൂമിയാണ്. അടുത്ത് നോക്കാം. ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപാഞ്ചൽ പർവ്വതനിരക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു തടാകമാണ് ദാൽ തടാകം. ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപാഞ്ചൽ പർവ്വതനിരക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു തടാകമാണ് ദാൽ തടാകം. ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപാഞ്ചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. ഇത് മാറിപ്പോവരുത്. ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപാഞ്ചൽ പർവ്വതനിരക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തടാകമാണ് ദാൽ തടാകം. ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപാഞ്ചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളും കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗവുമായ ഹിമാനികളാണ് സിയാച്ചിൻ, ബോൽത്തോറോ എന്നിവ. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ മണ്ണ്. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവ മണ്ണ്. കരേവ മണ്ണിനം പ്രധാനമായും കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് കാശ്മീർ ഹിമാലയം. അപ്പൊ ഈ കരേവ മണ്ണ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നോക്കാം. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവ മണ്ണ്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവ മണ്ണ്. കരേവ മണ്ണ് കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. കരേവ മണ്ണിനം പ്രധാനമായും കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ പറ്റിയാണ്. സോജില ചുരം ഗ്രേറ്റ് ഹിമാലയത്തിലാണ്. ബനിഹാൾ ചുരം പിർപാഞ്ചൽ, ഫോട്ടുല ചുരം സസ്കർ പർവ്വതനിര, കർദുങ്ല ചുരം ലഡാക്ക്. കർദുങ്ല ചുരം ലഡാക്ക് മലനിരകളിലും, സോജില ചുരം ഗ്രേറ്റ് ഹിമാലയത്തിലും, ബനിഹാൾ ചുരം പിർപാഞ്ചൽ, ഫോട്ടുല ചുരം സസ്കർ പർവ്വതനിര. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ്
ധാൽ തടാകവും വൂളാർ തടാകവും കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് ധാൽ തടാകം, വൂളാർ തടാകം. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ലവണ തടാകങ്ങളാണ് പാങ്കോങ് സോ, സോ മുരീരി. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ലവണ തടാകങ്ങളാണ് പാങ്കോങ് സോ, സോ മുരീരി. അതുപോലെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? സിന്ധുവും അതിൻ്റെ പോഷക നദികളായ ചിനാബ്, ചെലം എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് സിന്ധു, അതിൻ്റെ പോഷക നദികളായ ചിനാബും ചെലവും. അടുത്തത് കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വൈഷ്ണോദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ, ചരാർ-ഇ ഷെരീഫ് എന്നിവയൊക്കെയാണ് കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചെലം നദീതീരം. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ചെലം നദീതീരത്താണ്. അതുപോലെ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചെലം നദി യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും ഈ മേഖലയിൽ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗത്തായി കാണപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ അറിയപ്പെടുന്നത് ഡൂണുകൾ എന്നാണ്. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗത്തായിട്ട് കാണപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ അറിയപ്പെടുന്നത് ഡൂണുകൾ എന്നാണ്. പ്രധാനപ്പെട്ട ഡൂണുകളാണ് ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഡൂണുകളാണ് ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ. ഇപ്പം നമ്മൾ പഠിച്ചത് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ ഉൾപ്പെടുന്ന കാശ്മീർ ഹിമാലയത്തെ പറ്റിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലെ രണ്ടാമത്തെ ഡിവിഷനായ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയാണ്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഉപഭൂവിഭാഗം അറിയപ്പെടുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നാണ്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഉപഭൂവിഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നാണ്. ഗാഗ്ര നദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് കാളി നദി. ഗാഗ്ര നദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് കാളി നദി. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികളാണ് രവി, ബിയാസ്, സത്ലജ്, യമുന, ഗാഗ്ര. രവി, ബിയാസ്, സത്ലജ് എന്നത് സിന്ധുവിൻ്റെ പോഷക നദികളാണ്. യമുനയും ഗാഗ്രയും ഗംഗയുടെ പോഷക നദികളാണ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹങ്ങളാണ് സിന്ധു, ഗംഗ. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്കുകളാണ് സിന്ധു, ഗംഗ. ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീതമരുഭൂമിയുടെ തുടർച്ചയാണ് എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ പ്രദേശത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ പ്രദേശത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി. ലെസ്സർ ഹിമാലയത്തിൽ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ളവയാണ് ഈ പ്രദേശങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശത്ത് വികസിപ്പിച്ച പ്രധാനപ്പെട്ട ഹെൽത്ത് റിസോർട്ടുകൾ കണ്ടോൺമെന്റ് പട്ടണങ്ങളാണ് സിംല, മുസോറി, കസോളി, അൽപോറ, ലാൻസ്ഡോൺ, റാണിക്കറ്റ് തുടങ്ങിയവ. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയ പ്രദേശത്തിൻ്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂണുകളും. ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. അപ്പം എന്താ പറഞ്ഞത്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയ പ്രദേശത്തിൻ്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂണുകളും. ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇംപീരിയൽ സർവേയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആയിരുന്നു. പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായും ഡെറാഡൂൺ മാറി. ഒന്നുകൂടെ പറയാം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇംപീരിയൽ സർവേയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആയിരുന്നു. പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും ഏത് തന്നെയാണ്? ഡെറാഡൂൺ തന്നെയാണ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂൺ, നാലാഗഡ് ഡൂൺ, ഡെറാഡൂൺ, ഹരിഗേ ഡൂൺ,
കോട്ട ഡൂൺ. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂൺ, നാലാഗഡ് ഡൂൺ, ഡെറാഡൂൺ, ഹരിഗഡ് ഡൂൺ, കോട്ട ഡൂൺ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട 2 ഡൂണുകൾ നമ്മൾ നേരത്തെ പഠിച്ചു. അതേതൊക്കെയായിരുന്നു? ജമ്മു ഡൂണും പത്താൻകോട്ട് ഡൂണും. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂൺ, നാലാഗഡ് ഡൂൺ, ഡെറാഡൂൺ, ഹരിഗഡ് ഡൂൺ, കോട്ട ഡൂൺ. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡെറാഡൂണിന്റെ ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് 35 മുതൽ 45 കിലോമീറ്റർ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വീതിയുമാണ് ഡെറാഡൂണിന്റെ ഏകദേശ വലിപ്പം. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഭാഗമായ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡെറാഡൂണിന്റെ നീളം എന്ന് പറയുന്നത് 35 മുതൽ 45 കിലോമീറ്റർ നീളവും വീതി 22 മുതൽ 25 കിലോമീറ്ററുമാണ്. ബാക്കി ഭാഗം നോക്കാം. ഗ്രേറ്റ് ഹിമാലയത്തിലെ താഴ്വരകളിൽ അധിവസിക്കുന്ന പ്രധാന ഗോത്രവർഗമാണ് ബോട്ടിയ. ഗ്രേറ്റ് ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ അധിവസിക്കുന്ന പ്രധാന ഗോത്രവർഗങ്ങളാണ് ബോട്ടിയ. ഈ ഗോത്രവർഗം വേനൽ മാസങ്ങളിൽ ഉയർന്ന പർവ്വത ചെരുവുകളിലെ പുൽമേടുകളിലേക്കും ശൈത്യകാലത്തിൽ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നവരാണ്. അപ്പം ഈ ബോട്ടിയ വർഗക്കാര് വേനൽ മാസങ്ങളിൽ ഉയർന്ന പർവ്വതച്ചെരുവിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് ബഗ്യാലുകൾ എന്നാണ്. അപ്പം ഉയർന്ന പർവ്വതച്ചെരുവിലെ പുൽമേട്ടിലേക്കും ശൈത്യകാലമാകുമ്പോൾ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നവരാണ് ബോട്ടിയ വർഗക്കാർ. ഈ പ്രദേശത്തിന്റെ ഭാഗമായ പ്രസിദ്ധമായ താഴ്വരയാണ് പൂക്കളുടെ താഴ്വര, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഹിമാലയ ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗം എന്ന് പറഞ്ഞാൽ നദികളുടെ സംഗമസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ പഞ്ചപ്രയാഗങ്ങൾ ഇന്നലെ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് പഞ്ചപ്രയാഗങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. പഞ്ചപ്രയാഗം എന്നാൽ നദികളുടെ സംഗമസ്ഥാനം എന്നാണ് അർത്ഥം. അടുത്ത ഡിവിഷൻ, 3ാമത്തെ ഡിവിഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തെ പറ്റിയാണ്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശമാണ്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം വിസ്തൃതി കുറഞ്ഞ ഒരു പ്രദേശമാണ്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ നേപ്പാൾ ഹിമാലയവും കിഴക്കൻ അതിർത്തിയിൽ ഭൂട്ടാൻ ഹിമാലയവുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ അതിർത്തികൾ പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവുമാണ് സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞതാണെങ്കിലും ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഈ ഹിമാലയത്തിന്റെ ഭാഗമായ പ്രസിദ്ധമായ ഒരു കൊടുമുടിയാണ് കാഞ്ചൻജംഗ കൊടുമുടി. ഈ പ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഗോത്രവർഗക്കാരാണ് ലെപ്ച. ഡാർജിലിംഗ് ഹിമാലയത്തിൽ നേപ്പാളികൾ, ബംഗാളികൾ, മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗക്കാർ തുടങ്ങിയവർ സമ്മിശ്രമായിട്ട് അധിവസിക്കുന്നുണ്ട്. അപ്പോൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞതാണെങ്കിലും ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഈ ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് അതിർത്തിയിൽ നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഹിമാലയത്തിന്റെ ഭാഗമായ പ്രസിദ്ധമായ കൊടുമുടിയാണ് കാഞ്ചൻജംഗ കൊടുമുടി. ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളാണ്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മിതമായ ചെരിവ്, ഉയർന്ന ജൈവാംശമുള്ള മണ്ണിന്റെ ആവരണം, മൃദുവായ ശീതകാലം, വർഷം മുഴുവൻ കൃത്യമായ മഴ ലഭ്യത, ശിവാലിക് സ്തരത്തിന് പകരമുള്ള ദ്വാർ സ്തരത്തിന്റെ സാന്നിധ്യം. ഈ പ്രദേശത്ത് ശിവാലിക് സ്തരങ്ങളില്ല, അതിന് പകരം ദ്വാർ സ്തരങ്ങളാണ് കാണപ്പെടുന്നത്. ഇതും തേയില കൃഷിക്ക് അനുയോജ്യമാണ്. ഇത്തരം സവിശേഷതകളാണ് ഈ പ്രദേശത്ത് ബ്രിട്ടീഷുകാർ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ. വിവിധ തരം ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയ ഭാഗമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അരുണാചൽ ഹിമാലയത്തെ പറ്റിയാണ്. ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അരുണാചൽ ഹിമാലയം. പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന ദിശ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് ദിശയിലേക്കാണ്. അരുണാചൽ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് തെക്കു പടിഞ്ഞാറ് മുതൽ
വടക്ക് ദിശയിലേക്കാണ്. ഈ ഹിമാലയ ഭാഗത്തിൻ്റെതായ പ്രധാന കൊടുമുടികളാണ് കങ്തു, നാംച ബർവ. ബ്രഹ്മപുത്ര നദി നാംച ബർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അരുണാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമായ പ്രധാന നദികളാണ് സുബാൻസിരി, കാമങ്, ദിഹാങ്, ദിബാങ്, ലോഹിത്. ഈ നദികളെല്ലാം വളരെ ഉയരത്തിൽ നിന്ന് ജലം പതിക്കുന്ന വറ്റാത്ത നദികളാണ്. അതുകൊണ്ട് തന്നെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ നദികൾ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അരുണാചൽ ഹിമാലയ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഗോത്ര സമൂഹങ്ങളാണ് മോൺപ, ഡഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ. അരുണാചൽ ഹിമാലയ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തനത് ഗോത്ര സമൂഹങ്ങളാണ് മോൺപ, ഡഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ. ഈ പ്രദേശത്തിലെ ഗോത്രവർഗക്കാർ പിന്തുടരുന്ന കൃഷിരീതി എന്ന് പറയുന്നത് ജുമ്മിങ് കൃഷിയാണ്. സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി എന്നിവയുടെ ഒരു വകഭേദമാണ് ജുമ്മിങ് കൃഷി. ഡാർജിലിംഗ് സിക്കിം ഹിമാലയവും അരുണാചൽ ഹിമാലയത്തിൻ്റെയും ശ്രദ്ധേയമായ പ്രത്യേകത എന്ന് പറയുന്നത് ശിവാലിക് സ്തരത്തിൻ്റെ അഭാവമാണ്. ശിവാലിക് സ്തരത്തിന് പകരം ഇവിടങ്ങളിൽ ദ്വാർ സ്തരങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 5ാമത്തെ ഡിവിഷനാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായ ഈ പർവ്വതനിരകളുടെ ക്രമീകരണം നടന്നിരിക്കുന്നത് വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ്. വിവിധ പ്രാദേശിക നാമങ്ങളിൽ ഈ കുന്നുകൾ അറിയപ്പെടുന്നുണ്ട്. വടക്ക് അറിയപ്പെടുന്നത് പഡ്കായ്ബം, നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ്. തെക്ക് ഭാഗത്ത് അറിയപ്പെടുന്നത് മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്നാണ്. ഈ പ്രദേശത്തിലെ ഗോത്ര വിഭാഗക്കാർ ചെയ്യുന്ന കൃഷിരീതിയാണ് ജുമ്മിങ് കൃഷിരീതി. മണിപ്പൂരിലെയും മിസോറാമിലെയും ഒരു പ്രധാനപ്പെട്ട നദിയാണ് ബരക് നദി. ബരക് നദി മേഘ്ന നദിയുടെ പോഷക നദിയാണ്. കിഴക്കൻ കുന്നുകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട പ്രസിദ്ധമായ തടാകമാണ് ലോക്തക് തടാകം. കിഴക്കൻ കുന്നുകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട പ്രസിദ്ധമായ ഒരു തടാകമാണ് ലോക്തക് തടാകം. മിസോറാമാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. ഇതും ഇന്നലെ വന്ന 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്നത് മിസോറാമാണ്. മൊളാസിസ് തടം എന്ന് മിസോറാം അറിയപ്പെടാൻ കാരണം എന്താണ്? മൃദുവായതും ദൃഢമല്ലാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതുകൊണ്ടാണ് മൊളാസിസ് തടം എന്ന് മിസോറാം അറിയപ്പെടാൻ കാരണം. അപ്പോൾ കിഴക്കൻ കുന്നുകളും പർവ്വതനിരകളുമാണ് നമ്മൾ പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗക്കാർ കൃഷി ചെയ്യുന്ന രീതി ജുമ്മിങ് കൃഷിയാണ്. മണിപ്പൂരിലെയും മിസോറാമിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ബരക് നദി എന്ന് പറഞ്ഞു. ബരക് നദി മേഘ്ന നദിയുടെ പോഷക നദിയാണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? 4 ഭാഗങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിസോറാമാണ് മൊളാസിസ് തടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് പഠിക്കാൻ തുടങ്ങിയത്? ഭൗതിക സവിശേഷതകളിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ 1ാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, അതിൻ്റെ 5 ഡിവിഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബാക്കി വടക്കൻ സമതലം തൊട്ട് ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ, ഇത്രയും കാര്യങ്ങളും കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Thank you for watching.